ഹലോ ഫ്രണ്ട്സ്, ഫോസ്റ്റർ കേരളയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ വീട്ടിലെ ഇലക്ട്രിക്കൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നൊരു സാധനമാണ് നമ്മുടെ സ്വിച്ച് ബോർഡുകളുടെ പുറകിലുള്ള ബോക്സ് എന്ന് പറയുന്ന ഭാഗം. ഇത് രണ്ട് തരത്തിലുണ്ട്. PVC ഉണ്ട്, ഇലക്ട്രിക്കൽ കണക്ഷൻ സാധാരണ ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റൽ ബോക്സുകളും ഉണ്ട്. എന്നാൽ പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്നത് തടിയുടെ ബോക്സാണ്. ഈ മെറ്റൽ ബോക്സിനും ഒഴിച്ച് ബാക്കി രണ്ട് ബോക്സുകൾക്കും കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതെന്താണെന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. അപ്പം നമ്മുടെ പണ്ട് കാലത്ത് നമ്മൾ ഉപയോഗിച്ചിരുന്നത് പുറത്തുകൂടെയുള്ള വയറിംഗ് ആണ്. ഭിത്തിയുടെ പുറത്തുകൂടെയാണ് വയറെല്ലാം ഉപയോഗിച്ച് നമ്മൾ വയറിംഗ് ചെയ്തിരുന്നത്. എന്നാൽ ഇപ്പോഴത്തെ കാലത്തിൽ ഇത് കൺസീൽഡ് ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ പണ്ട് ഉപയോഗിച്ചിരുന്നത് പുറത്തുകൂടെ ആയിരുന്നത് കൊണ്ട് തന്നെ തടിയുടെ ബോക്സ് പുറത്ത് നമ്മുടെ ഭിത്തിയിൽ പിടിപ്പിച്ചിട്ട് അതിനകത്തേക്ക് വയറെല്ലാം കൊണ്ടുവന്ന് ഒരു നിരനിരയായി കൊണ്ടുവന്ന് പിടിപ്പിച്ച് അങ്ങനെയാണ് വയറിംഗ് ഒക്കെ ചെയ്തിരുന്നത്. ഇപ്പോൾ ആ സിസ്റ്റം നമ്മൾ ഉപയോഗിക്കുന്നില്ല. പകരം ഇപ്പോൾ നമ്മൾ കോൺഡ്യൂട്ട് പൈപ്പിനകത്തൂടെ വയർ കൊണ്ടുവന്നിട്ട് കൺസീൽഡ് ആണെങ്കിലും കൺസീൽഡ് അല്ലാത്താണെങ്കിലും നമ്മൾ പൈപ്പിനകത്തൂടെയാണ് വയറുകളെല്ലാം കൊണ്ടുവരുന്നത്. ഇങ്ങനെ കൊണ്ടുവന്ന് ബോക്സിനകത്തേക്ക് കണക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ PVC ബോക്സുകളാണെങ്കിൽ ഉണ്ടാകുന്നൊരു പ്രധാന പ്രശ്നം, ഈ ഇലക്ട്രിക്കൽ സ്വിച്ചുകളും ഇലക്ട്രിക്കൽ ഫിറ്റിങ്സുകളുടെയും ഏറ്റവും പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ഹീറ്റ് ആവാൻ ചാൻസുകൾ വളരെ കൂടുതലാണ്. പ്രധാന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഷോർട്ട് സർക്യൂട്ടുകൾ എന്തെങ്കിലും ഉണ്ടായാൽ നമ്മൾ അറിയാതിരുന്ന് ഇതിനകത്ത് ടെമ്പറേച്ചർ കൂടും. ഇതിൻ്റെ വയറിനകത്തൊക്കെ ആണെങ്കിലും ടെമ്പറേച്ചർ കൂടിയിട്ട് കത്തലുണ്ടാവാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ വരാൻ ചാൻസ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ കൺസീൽഡ് ആയിട്ടുള്ള പാർട്ടുകളിൽ നമ്മൾ മാക്സിമം മെറ്റൽ ബോക്സുകൾ ഉപയോഗിക്കുക എന്നത് തന്നെയാണ് നമ്മുടെ ആവശ്യം. എന്നാൽ ചിലർ ഇത് മാറ്റിയിട്ട് PVC ബോക്സുകൾ, കോൺട്രാക്ടേഴ്സ് പ്രധാനമായിട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് PVC ബോക്സുകൾ ചെയ്യാറുണ്ട്. അങ്ങനെ PVC ബോക്സുകൾ വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ അറിയില്ല, ഏതെങ്കിലും കാരണവശാൽ ഉണ്ടാകുന്ന ടെമ്പറേച്ചർ റൈസോ അങ്ങനെയുള്ള എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന പ്രശ്നങ്ങളുണ്ടാവാം. അപ്പോൾ പ്രധാനമായിട്ട് നമ്മൾ കണ്ടിട്ടുള്ള ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാൻ റെഗുലേറ്ററുകൾ പോലെയുള്ള ഇലക്ട്രോണിക് പാർട്സുകൾ ഇരിക്കുന്ന ഭാഗം PVC ആണെങ്കിൽ അത് പെട്ടെന്ന് ചിലപ്പോൾ ഒരു ബ്ലാസ്റ്റിംഗ് ഉണ്ടാവാം, ചിലപ്പോൾ ടെമ്പറേച്ചർ കൂടി ബ്ലാസ്റ്റിംഗ് ഉണ്ടാവാം, അങ്ങനെ ഫയർ ചെയ്യാൻ ചാൻസസ് കൂടുതലാണ്. അപ്പോൾ ഒരു കാരണവശാലും ആ ഭാഗങ്ങളിൽ PVC ബോക്സുകൾ ഉപയോഗിക്കാതിരിക്കുക എന്നതാണ് നമ്മുടെ പ്രധാന ആവശ്യം. അപ്പോൾ മെറ്റൽ ബോക്സുകൾ പ്രധാനമായിട്ട് ഇറക്കിയതിൻ്റെ പ്രധാന ആവശ്യം തന്നെ ഈ പറയുന്ന പോലെ തന്നെ ഫയറിങ്ങിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ്. നമ്മുടെ ഇലക്ട്രിക്കൽ ബോക്സുകൾ വാങ്ങുമ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട് 2 മോഡ്യൂൾ, 3 മോഡ്യൂൾ, 4 മോഡ്യൂൾ, 6 മോഡ്യൂൾ, 8 മോഡ്യൂൾ, അങ്ങനെ പലതരത്തിലുള്ള ഫിറ്റിങ്സുകൾ കാണാറുണ്ട്. ഇതിലേതാണെന്നുണ്ടെങ്കിലും നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഫിറ്റ് ചെയ്യുന്ന ഭാഗത്ത് നമുക്ക് ആവശ്യമുള്ള അത്രയും എയർ ഗ്യാപ്പ് കൂടെ കിട്ടത്തക്ക വിധത്തിൽ വേണം ഫിറ്റ് ചെയ്യാനായിട്ട്. പെർഫെക്റ്റ് ആയിട്ടൊരു സെറ്റിങ്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അഡീഷണൽ ആയിട്ടൊരു ഫിറ്റിങ്സ് കൂടി ചെയ്യണമെങ്കിൽ ഉണ്ടാകുന്നൊരു ബുദ്ധിമുട്ടുണ്ടാവും. ഇതുകൂടാതെ ഇതിനകത്ത് വയർ നല്ലവണ്ണം തിങ്ങിക്കിടന്നു കഴിഞ്ഞാൽ ടെമ്പറേച്ചർ കൂടാൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതും കൂടി കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഗ്യാപ്പ് ഉള്ള ടൈപ്പിൽ, ഇപ്പം നമുക്കൊരു 4 മോഡ്യൂളാണ് വേണ്ടതെങ്കിൽ നമ്മളൊരു 6 മോഡ്യൂൾ പ്ലേറ്റ് അല്ലെങ്കിൽ 6 മോഡ്യൂൾ യൂസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ സാധാരണഗതിയിൽ കണ്ടിട്ടുള്ളത്. അങ്ങനെ വെക്കേണ്ട ആവശ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ വയറുകൾ അധികമായിട്ടൊരു ബോക്സിനകത്ത് വന്ന് തിങ്ങാതിരിക്കുക. അങ്ങനെ തിങ്ങുവാണെന്നുണ്ടെങ്കിൽ ഉണ്ടാകുന്ന ചില പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ വയർ വന്ന് ഏതെങ്കിലും ഒരു വയറിൽ ടെമ്പറേച്ചർ കൂടിയാൽ പോലും എല്ലാം കൂടെ പ്രശ്നത്തിലാവും. അപ്പം മാത്രമല്ല അവിടെ നമുക്ക് കൂടുതൽ കൺഫ്യൂഷൻസ് ഉണ്ടാക്കാനും ഇലക്ട്രിക്കൽ സർക്യൂട്ടിൽ കൺഫ്യൂഷൻസ് ഉണ്ടാക്കാനും ഇത് ചാൻസസ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബോക്സുകൾ ഒരു 2 മോഡ്യൂൾ അഡീഷണൽ വരത്തക്ക വിധത്തിൽ ഫിറ്റ് ചെയ്യാനായിട്ട് നമ്മൾ പറയുന്നത്. മെറ്റൽ ബോക്സുകൾ വെച്ച് കഴിഞ്ഞാൽ ഉണ്ടാകുന്നൊരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ നമുക്ക് മനസ്സിലായി. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ തീ ഉണ്ടാകുന്നത് കുറയ്ക്കുക മാത്രമല്ല, തീ പടരുന്നത് കുറയ്ക്കാനും ഈ മെറ്റൽ ബോക്സിന് സാധിക്കും. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ടെമ്പറേച്ചർ അതിനകത്ത് തന്നെ നിൽക്കും, പുറത്തേക്ക് അധികം വിടാതെ നിൽക്കും. അധികം നേരം ഫയർ ചെയ്താൽ അല്ലെങ്കിൽ അധികം നേരം കത്തി പിടിച്ചാൽ മാത്രമേ അടുത്ത ഭാഗങ്ങളിലേക്കൊക്കെ ആ ടെമ്പറേച്ചർ ചെന്നിട്ട് അവിടെയൊക്കെ തീ ഉണ്ടാവാൻ ചാൻസസ് ഉള്ളൂ. അപ്പോൾ മാക്സിമം നമ്മൾ ഒരു ഇലക്ട്രിക്കൽ ഫിറ്റിങ്സ് ചെയ്യുമ്പോൾ മെറ്റൽ ബോക്സുകൾ തന്നെ പെർഫെക്റ്റ് ആയിട്ട് ഫിറ്റ് ചെയ്യാനും അത് എല്ലായിടത്തും അത് തന്നെ ജംഗ്ഷൻ ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും കൃത്യമായ വയറിംഗ് സിസ്റ്റം ആയിരിക്കും. ജംഗ്ഷനുകളെല്ലാം സാധാരണ PVCകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ജംഗ്ഷനുകൾക്ക് പകരവും കൂടെ നമ്മൾ ഒരു 2 മോഡ്യൂളിൻ്റെ ബോക്സാണ്, മെറ്റൽ ബോക്സാണ് വെക്കുന്നതെങ്കിൽ ഏതെങ്കിലും കാരണവശാലും നമ്മൾ അവിടെ ചെയ്യുന്ന കണക്ഷനുകളിൽ എന്തെങ്കിലും ടെമ്പറേച്ചർ ഡിഫറൻസ് വരികയോ അങ്ങനെയല്ല എന്തെങ്കിലും തരത്തിലുള്ള ഫിറ്റിങ്സുകൾക്ക് ബുദ്ധിമുട്ട് വരികയോ വേണ്ട. നമ്മൾ സാധാരണഗതിയിൽ ചില സമയത്ത് ചെയ്യാറുണ്ട്, ഈ ബോക്സുകൾക്കുള്ളിലേക്ക് നമ്മുടെ LED ലൈറ്റുകളുടെ അഡാപ്റ്റേഴ്സ് ഇടാറുണ്ട്. അങ്ങനെയുള്ള സാധനങ്ങൾ അകത്തിട്ടിരിക്കുകയാണെങ്കിൽ അത് ചിലപ്പോൾ ടെമ്പറേച്ചർ കൂടിയിട്ട് അവിടെയും കത്തിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ PVC ബോക്സുകളാണെങ്കിലും അങ്ങനെയുള്ള ഏത് ടൈപ്പിലുള്ള ബോക്സുകളാണെങ്കിലും അവിടെയുള്ള ഫുൾ സാധനങ്ങളങ്ങ് ഉരുകിപ്പോകാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മെറ്റൽ ബോക്സുകൾ തന്നെ ജംഗ്ഷനും ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് കോസ്റ്റ് കുറച്ച് കൂടും, പക്ഷേ നമ്മുടെ സേഫ്റ്റി കുറച്ച് വളരെയധികം നല്ലോണം നമുക്ക് ചെയ്യാൻ പറ്റും. ഇതുപോലെയുള്ളൊരു പുതിയ വീഡിയോയുമായി കാണുന്നവരെ ഏവർക്കും നമസ്കാരം.